അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് കെൻറ്റിൻ്റെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പാണ്. ഇതിന് ആഗസ്റ്റ് 2023 മാനുഫാക്ചർ ചെയ്താണ്. ഞാൻ 2026 എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ബില്ലും കാര്യങ്ങളും നമ്മൾ സൂക്ഷിച്ച് വെക്കണം. ഇല്ലെങ്കിൽ ഇതേപോലെ സ്റ്റോക്ക് പഴയതുള്ള എടുക്കുമ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. വാറണ്ടി കാർഡൊക്കെ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഇത് 4950 രൂപ എന്ന റേറ്റ് അല്ല, ഇത് വെറും 2100 രൂപയ്ക്കാണ് ഞാൻ എടുത്തത്, പകുതി വിലയ്ക്ക്. ഇതിൻ്റെ റേറ്റ് വലുതായിട്ട് കയറിയില്ല, നോർമൽ, കാരണം പഴയ സ്റ്റോക്ക് ആയതുകൊണ്ടായിരിക്കും. പിന്നീട് കമ്പനികൾ പുതിയ ഒരു ചെറിയൊരു ലോക്കൽ കടയിൽ കയറി എടുത്തതാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് കൂടിയപ്പോൾ ഇത് സാധനം ഷോർട്ടേജ് വന്നപ്പോൾ ഞാൻ അർജൻറ്റ്ലി പോയി നടന്ന് കിട്ടിയതാണ്. കാരണം മെയിനായിട്ട് മൈജിയിലോ ഇതിലൊന്നും സാധനം സ്റ്റോക്കില്ലായിരുന്നു, ലുലുവിൽ പോലും സ്റ്റോക്കില്ലായിരുന്നു, അതേപോലെ രാമചന്ദ്രയിൽ സ്റ്റോക്കില്ലായിരുന്നു. മറ്റേ ഐഡിയലിൽ കയറിയിട്ട് ഞാൻ വേറൊരു മോഡലാണ് എടുത്തത്, അത് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് കൊടുത്തു. പിന്നെ രാമചന്ദ്രയിലെ വേറെ ഒരു എന്നുവെച്ചാൽ ഈഞ്ചക്കലുള്ള അവിടെ അങ്ങാണ്ട ഒരു പീസ് ഇരുന്നതിൽ ഞാൻ പോയി, പിന്നെ ലാസ്റ്റിൽ പോയി എനിക്ക് കിട്ടിയതാണ്. പിന്നെ അവിടെ നിന്ന് പ്രസ്റ്റീജ് എടുത്ത് ഇത് ഞാൻ ചാലയുടെ അകത്തുനിന്ന് ചെറിയ ഷോപ്പിൽ നിന്ന് കയറി പൊക്കി എടുത്തതാണ്. അങ്ങനെ എങ്ങും കിട്ടാനില്ലായിരുന്നു സാധനം. അപ്പോൾ ഇതാണ് സാധനം വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വാറണ്ടി കാർഡൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. ഇതിനകത്ത് വാറണ്ടി കാർഡ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം, എന്നിട്ട് ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ പ്രസ്റ്റീജും ഇതിപ്പോൾ ഞാൻ ഇൻഫ്രാറെഡ് നിങ്ങളെ കാണിച്ചു. അടുത്തത് ഞാൻ ഇത് കാണിക്കുന്നത് കെൻസ്റ്റാറിൻ്റെ ഇൻഡക്ഷനാണ്. ഇതിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടെ നല്ലതാണ് കെൻറ്റിൻ്റെത്. ഇതിൻ്റെത് ഇപ്പം നമ്മൾ നോക്കപ്പോൾ 2000 വാട്ട് ഇൻഡക്ഷൻ കുക്ക് ടോപ്പാണ് വരുന്നത്. അതുമല്ല ഇതിൻ്റെ ഗ്ലാസ്സാണ് എനിക്ക് തോന്നുന്നത് വരുന്നത്, ഫ്രെയിമേ ഗ്ലാസ്സാണ് വന്നിരിക്കുന്നത്. ഇത് ഗ്ലാസ്സാണ് വന്നിരിക്കുന്നത്. പക്ഷേ അതേ സ്ഥലത്ത് പ്രസ്റ്റീജിൻ്റെതാണെങ്കിൽ നമുക്ക് ഗ്ലാസ് പോലെ ഇരിക്കുകയാണ്. പക്ഷേ ഇത് വേറെ എന്തോ സാധനമാണ്. കാരണം ഇത് ഞാൻ കുക്കർ വെച്ചപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ച്, ഇതിൻ്റെ അടിയിൽ എന്തോ ഇരുന്ന്, അപ്പോൾ അത് ഒട്ടിപ്പിടിച്ച് അവിടെ നിന്ന് ഇളവിപ്പോയി. അപ്പോൾ ഇതൊരു ഇരുമ്പിൻ്റെ എന്തോ ഒരു സാധനത്തിൽ കോട്ടിങ് അടിച്ചിരിക്കുന്ന ഒരു സാധനമാണ് പ്രസ്റ്റീജിൻ്റെ. ഇത് പ്യുവറായിട്ട് ഗ്ലാസ്, ടഫൺ ഗ്ലാസ് ആണെന്ന് തോന്നുന്നു. ഗ്ലാസ്സാണ് വരുന്നത്. സിറാമിക് പ്ലേറ്റ് ഈസ് ഹോട്ട് ആഫ്റ്റർ കുക്കിംഗ്. ഇതൊരു പ്ലേറ്റ്, ഇതിൻ്റെ വേണ്ടി കുക്കിംഗ് ആയിരിക്കും. അപ്പോൾ ഇത് വ്യക്തമായി ഇവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. പ്ലീസ് ഡു നോട്ട് ഓപ്പറേറ്റ് ഇൻഡക്ഷൻ കുക്കർ ഇത് എംറ്റി വെസൽ. അതായത് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് പാത്രത്തിൽ വെള്ളമില്ലാതെ നമ്മളിത് കുക്ക് ചെയ്യരുത്. കാരണം ചിലപ്പം അത് ഡേഞ്ചറാണ്. പിന്നെ ഇത് ഹോട്ട്, സെയിം ഇത് തന്നെയാണ്. ഇതിൽ ഒരുപാട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പക്ഷേ ഇതിൻ്റെ ഒരു ഇതെന്ന് പറയണത്, ബാക്കി എല്ലാത്തിൻ്റെയും സ്വിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. ഇത് പവർ സ്വിച്ചാണ്. അപ്പോൾ നോർമലി നിങ്ങൾക്ക് ഈ സ്വിച്ച് പറ്റൂല. നോർമലി ഇപ്പോൾ പ്രസ്റ്റീജിനാണെങ്കിൽ ഈ സ്വിച്ച് 2000 വാട്ട് ഈ സ്വിച്ചാണ്. അപ്പോൾ മറ്റേതിൽ ഇൻഫ്രാറെഡിലും ഈ സ്വിച്ച് അല്ല വന്നത്, ഇതാണ് വന്നത്. ഇത് എ സിയിലൊക്കെ വിടുന്ന 250 വാട്ട് 15 ആംപിയർ 16 ആംപിയർ സ്വിച്ച് വേണം. ഇതാണെങ്കിൽ എനിക്ക് തോന്നുന്നത് 6 ആംപിയർ മതിയെന്ന് തോന്നുന്നു. 6 ആംപിയർ സ്വിച്ചാണ് ഇത്. 6 ആംപിയർ ഇതായിട്ട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഈ ആംപിയർ മതി. അപ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനത്തെ കെൻറ്റ് മേടിക്കപ്പോഴത്തേക്ക് നിങ്ങൾ എ സി പോലെയുള്ള പവർ കേബിൾ ഉള്ളിടത്തേക്ക് ഒത്തിരി ഹെവിയാണ്. 2000 വാട്ട് കപ്പാസിറ്റിയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് സ്വിച്ച് കുത്തി ഓണായി. ഇപ്പോൾ ഓണായിട്ടുണ്ട്. ഇപ്പോൾ അത് ഓഫായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് മറ്റേ വീഡിയോസിൽ കാണിക്കുന്ന പോലെ ഇതാണ്. ഇപ്പോൾ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടായിട്ടില്ല. നമുക്ക് ഇതിൽ നോക്കാം. പാത്രം വെച്ച് ഓട്ടോമാറ്റിക്കലി അത് തന്നെ എടുക്കുമോ അത് ഇതാവും നമുക്ക് നോക്കാം. ഓണായിട്ടില്ല. നമ്മളത് മാനുവലി നമ്മളതിനെ സെലക്ഷൻ ചെയ്യണം. പക്ഷേ പ്രസ്റ്റീജ് എന്ന് വെച്ചാൽ ഓൾറെഡി അതിൽ സെലക്റ്റഡ് ആണ്. നമ്മൾ വെച്ച ഉടനെ തന്നെ പ്രഷർ കുക്കർ മോഡിൽ ആദ്യമേ തന്നെ അതങ്ങ് വെയിറ്റ് പിടിച്ച ഉടനെ തന്നെ വെയിറ്റ് സെൻസർ അങ്ങാണ്ടുണ്ട്. അപ്പോൾ വെയിറ്റ് പിടിച്ച ഉടനെ തന്നെ അത് ഓൺ ആയിക്കോളും. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, നിങ്ങളിത് ഓൺ ആക്കേണ്ടി വരും. മാനുവൽ സെലക്ഷൻ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് മാനുവൽ മോഡ്. ഇത് മാനുവൽ മോഡും ഉണ്ട്, ടൈമറുണ്ട്. അതേപോലെ കറി ഫ്രൈ, ദോശ, കീപ്പ് വാം. ടച്ച് ഇവിടെ വരണം, നമുക്ക് നോക്കാം. ഓൺ ടച്ച്. ഞാനിപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ പഠിക്കണമെന്നേ ഉള്ളൂ കേട്ടോ.
ഇതിപ്പോൾ മാനുവൽ മോഡിൽ ഞെക്കി നമ്മളിപ്പോൾ കൂട്ടി കൊടുക്കാം. ടെമ്പറേച്ചർ നമുക്ക് കൂട്ടാം. 2000 വരെ പോയി. പോസ് ചെയ്യുക. പോസായി. അപ്പോൾ ചൂടാവത്തില്ല ഇത് സംഭവം. പിന്നെ ടെമ്പറേച്ചർ കുറയ്ക്കാം. പോസ് ഞെക്കിയിട്ട് വേണം ടെമ്പറേച്ചർ കുറയ്ക്കാൻ. ഇപ്പോൾ മാക്സിമം നമുക്ക് നോക്കാം ഇത് എത്ര വരെ. 100, പിന്നെ 300. ഇപ്പോൾ 100 വെച്ചിരിക്കുകയാണ്, 300 ആക്കി. അപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് സെലക്ഷൻ മോഡ് ചെയ്യാം. ഇപ്പോൾ 180 ഡിഗ്രി, 220 ഡിഗ്രി സെൽഷ്യസ്, അങ്ങനെ നമുക്ക് സെലക്ഷൻ ചെയ്യാം. അതെന്ന് പറയുന്നത് നമ്മൾ സെലക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിപ്പം സൂപ്പ്, വാട്ടർ ബോയിൽ ചെയ്യാൻ സെലക്ഷനാണ്. അപ്പോൾ ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ 1800 വെച്ചാൽ ഒന്ന് സെലക്ഷൻ ചെയ്തിട്ട് 1700 വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് റൈസ് കറക്റ്റ് ടൈമിംഗ് അറിഞ്ഞുകൊണ്ടെങ്കിൽ റൈസിൻ്റെ നമുക്ക് ടൈമർ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 1200 റൈസിന് പറയുന്നത്. ടൈമർ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ടൈമർ ഇത്ര നേരം നമുക്ക് തിളപ്പിച്ചാൽ ടൈമറിൽ ഞെക്കിയിട്ട് പ്ലസ് മൈനസ് ചെയ്താൽ കുറയും. അതേപോലെ വീണ്ടും നമുക്ക് സെലക്ഷൻ മാറ്റാം. കറിയിലേക്ക് പോയി അത് അടുത്തിൽ ഫ്രൈയിലേക്ക് വരും. അപ്പോൾ 2 ഡിഗ്രി ആയി. പിന്നെ വേണമെങ്കിൽ ടൈമർ ഇട്ട് കൊടുക്കുക. ടൈമർ നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഇത്രയും നേരം ഓൾറെഡി ഇത് തിളച്ച് കഴിഞ്ഞു വെള്ളം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫങ്ഷൻ. വേറെ വലിയ ഫങ്ഷൻസ് ഒന്നുമില്ല. ഒന്ന് ജസ്റ്റ് കെയർഫുള്ളായിട്ട് ഒന്ന് കൈകാര്യം ചെയ്യാൻ പഠിക്കുക. സോഫ്റ്റ് ടച്ചാണ്. നിങ്ങളിട്ട് വലിയ കുത്തൊന്നും കുത്തരുത്. അതുപോലെ കത്തിയോ തവിയിട്ടൊന്നും ഞെക്കാൻ നോക്കരുത്. കൈ കൊണ്ട് തന്നെ മാക്സിമം ഓപ്പറേറ്റ് ചെയ്യുക. വെള്ളം തിളച്ച് കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പോൾ ഇൻഫോർമേഷന് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞ് കാണിച്ചു തന്നതാണ്. പക്ഷേ ഇതെനിക്ക് കെൻറ്റിൻ്റെ എനിക്കിത് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ പ്രസ്റ്റീജിനെ കാട്ടി ഇത് കുറച്ചുകൂടെ ഫിനിഷിങ് നല്ലതുപോലെ ഉണ്ട്. ക്വാളിറ്റിയും കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയാണ് വരുന്നത്. എനിക്ക് പ്രസ്റ്റീജ് വന്നത് 1400 രൂപയ്ക്കാണ്. അത് 1200 വാട്ടാണ്. ഇത് 2000 വാട്ടായതുകൊണ്ട് 2100 രൂപയ്ക്ക് കിട്ടി. പക്ഷേ ഇപ്പോൾ 2100 2000-ൻ്റെ ഉയരോട്ടുള്ളതൊക്കെ 4000, 3000-ൻ്റെ ഉയരോട്ടാണ് ഇപ്പോൾ മിക്ക സ്റ്റോക്സും കിടക്കുന്നത് ഓൺലൈനിൽ. ഓഫ്ലൈനിൽ ഇനി വന്നാലേ അറിയാൻ പറ്റും എത്ര രൂപയ്ക്ക് കിട്ടുമെന്ന്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വളരെ താങ്ക് യു, നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക. കുക്കിംഗ് സേഫായിട്ട് ചെയ്യുക. ഹെൽത്തി ഫുഡ് കഴിക്കുക. എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക. നിങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ വളർച്ചയ്ക്ക് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. താങ്ക് യു.